ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഈത്തപ്പഴം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ ഈത്തപ്പഴം കഴുകി എടുക്കുന്നുണ്ട്. നല്ല വൃത്തിയായി കഴുകി എടുക്കണം. ഒരു 3-4 പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷം ഈത്തപ്പഴം കുതിരാൻ വെച്ചാൽ മതി. അതിനത് ഞാൻ 2-3 പ്രാവശ്യം നല്ല പോലെ കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ഈത്തപ്പഴം എന്നാലും അതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും കുരു കളഞ്ഞ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുതിർത്ത വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഴുകിയിട്ട് കുതിർത്തത് കൊണ്ട് ആ വെള്ളം നമുക്ക് ജ്യൂസിലേക്ക് ഉപയോഗിക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു വേവിച്ച ക്യാരറ്റ് ചെറുതായി കട്ടാക്കിയിട്ട് വേവിച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം പഴം, നല്ല പഴുത്ത പഴം, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഫൈനായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കട്ടപ്പാലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മധുരം ഇട്ടിട്ടില്ല, ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഞാൻ ശർക്കര പാനിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഹെൽത്തി ആയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഹെൽത്തി ആയി തന്നെ പഞ്ചസാര ചേർക്കാതെ ശർക്കര പാനി ചേർത്ത് തന്നെ തയ്യാറാക്കാം. നമ്മുടെ ശരീരത്തിനും ഈ നോമ്പ് കാലത്ത് നല്ല കുളിർമ കിട്ടാൻ വേണ്ടിയിട്ട് കുടിക്കുന്ന ജ്യൂസ്. അപ്പോൾ അത് ഹെൽത്തി ആയി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് ഞാനിത് കസീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ നോമ്പ് കാലത്ത്, ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.